സമയം കാസർഗോഡേക്ക് എത്തുമ്പോൾ കുറ്റിക്കോൽ പള്ളഞ്ചാലിൽ കാർ ഒഴുക്കിൽപ്പെട്ടു. കൈവരി ഇല്ലാത്ത പാലത്തിലാണ് കാർ അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന രണ്ടുപേരെയും രക്ഷപ്പെടുത്തി. പുഴ കര കവിഞ്ഞതോടെ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും വെള്ളം കയറി. വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, വലിയ അപകടം, പക്ഷേ യാത്രക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നത് ആശ്വാസകരം. ഈ വെള്ളക്കെട്ട് എത്രത്തോളം പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ? അഭിലാഷ്, തീർച്ചയായും കഴിഞ്ഞ 24 മണിക്കൂർ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയുടെ മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. അതായത് ജില്ലയിലെ എല്ലാ പുഴകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും മധുവാഹിനി പുഴയാണ്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ഈ ക്ഷേത്രത്തിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. ശ്രീകോവിൽ ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. ഇവിടുത്തെ പൂജാകർമ്മങ്ങൾക്ക് വരെ തടസ്സമുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 6ഓളം പേരെ ഇപ്പോൾ ഫയർഫോഴ്സ് എത്തി മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളഞ്ചി ഫോറസ്റ്റിനകത്തുള്ള കൈവരിയില്ലാത്ത പാലത്തിൽ നിന്നും ഒരു കാർ ഈ പുഴയിലേക്ക് മറിയുന്ന സാഹചര്യമുണ്ടായി. ഈ കാറിലുണ്ടായിരുന്ന പാറപ്പള്ളി സ്വദേശികളായ 2 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ്. ഇവർ ഈ ഒഴുക്കിൽപ്പെട്ട കാറിൽ നിന്നും ഒരു മരത്തിൽ പിടിച്ചാണ് ഇവർ രക്ഷപ്പെട്ടത്. എന്തായാലും ഇത്തരത്തിലൊരു വലിയ അപകടമുണ്ടായി. ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. തെക്കിലാണ് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലൊക്കെ ഉള്ളത്. ഏതായാലും തീരപ്രദേശങ്ങളിൽ വലിയ കടലാക്രമണ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. ഈ കൊട്ടോടി നഗരവും പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും മലയോര മേഖലകളിൽ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. കാരണം മണ്ണിടിച്ചിൽ ഭീഷണി പല മേഖലകളിലും ഉണ്ട് എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം. രാത്രികാല യാത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം മലയോര മേഖലയിലേക്ക് പോയാൽ മതിയെന്ന ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞൊഴുകുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നഗരപ്രദേശങ്ങളിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിൽ ഇപ്പോഴും തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് കാസർഗോഡുള്ളത്. അഭിലാഷ്, ബൈജു, ഈ ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മലയോര മേഖലകളിൽ വെള്ളം അതിശക്തമായി കുത്തിയൊഴുകും എന്നുള്ളതാണ്. അതായത് ചെറിയ സമയം കൊണ്ട് ഈ വെള്ളം അതിശക്തമായി കുത്തിയൊഴുകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ദുഷ്കരമാകുന്ന സാഹചര്യമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ബൈജുവിലേക്ക് വരാം. ആ ദൃശ്യങ്ങളിലെ വണ്ടി വിട്ടതായിരിക്കും പോകുമ്പോൾ ഇത്രയൊന്നുമില്ല. നമുക്ക് ഒരാൾ കാര്യം കൊടുക്കുന്നു. യെസ്, ബൈജുവിലേക്ക്. ബൈജു, ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം എത്രത്തോളം ദുഷ്കരമാണ് എന്ന്. മലയോര മേഖലകളുടെ ഒരു വെല്ലുവിളിയും അത് തന്നെയാണല്ലോ. ചിലപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ ആകാം, ചിലപ്പോൾ മണ്ണിടിച്ചിലിൻ്റെ രൂപത്തിലാകാം. വെള്ളം കുത്തിയൊഴുകുമ്പോൾ പോലും അതിൻ്റെ ദിശ എങ്ങോട്ട് എന്നൊന്നും നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കില്ല. ഇപ്പോൾ ഏത് തരത്തിലുള്ള വെല്ലുവിളികൾ ആണ് ഈ പ്രദേശങ്ങൾ നേരിടുന്നത്? അഭിലാഷ്, തീർച്ചയായും നമുക്കറിയാം ഏറ്റവും കൂടുതൽ പുഴകളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. 13ഓളം പുഴകളുണ്ട്. ഈ പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. കാരണം കഴിഞ്ഞ തുടർച്ചയായ 24 മണിക്കൂർ മഴ പെയ്തതാണ് ഇപ്പോൾ ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. നമ്മളിപ്പോൾ കണ്ട ദൃശ്യം ഈ കാർ ഒഴുക്കിൽപ്പെട്ട കാറിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യമാണ്. ഒപ്പം പട്ളയിൽ ഇത്തരത്തിൽ മധൂർ അമ്പലത്തിന് അടുത്തുള്ള പട്ള എന്ന സ്ഥലത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഈ കാണുന്നത്. ഏതായാലും ഇവിടെ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഈ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെടുത്തി മാറ്റിപ്പാർപ്പിച്ചത്. 6 കുടുംബങ്ങളെയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോഴും വെള്ളം അതേ അവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. മധൂർ ഈ ക്ഷേത്രത്തിൽ വെള്ളം കയറിയ ഒരു അവസ്ഥയായതുകൊണ്ട് ഈ റോഡിലുമൊക്കെ ഇവിടെ വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ ഉള്ളവരെ മാറ്റിപ്പാർപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മലയോര മേഖലകളിൽ മാത്രമല്ല നഗരപ്രദേശങ്ങളിലും ഈ പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. ഇപ്പോഴും ആശങ്ക നിൽക്കുന്നുണ്ട്. ഏതായാലും മഴ ഈ വരും മണിക്കൂറുകളിലും മഴ ശക്തമായി ഉണ്ടായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഭിലാഷ്, സംസ്ഥാന
സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലഭിച്ചത്. സീസണിലെ തന്നെ ഏറ്റവും ഉയർന്ന മഴ ലഭിച്ചതോടുകൂടി നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായ സാഹചര്യമുണ്ട്. വലിയ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് ജലം അതിശക്തമായി കുത്തിയൊലിക്കുന്നത് വലിയ തോതിലുള്ള അപകട സാധ്യതകൾ ആണ് മുന്നിൽ കാണുന്നത്. ഒപ്പം കടലാക്രമണം, അതായത് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കടലാക്രമണം അതിശക്തമാണ്. വൈപ്പിൻ, എടവനക്കാട് പ്രദേശവാസികൾ വലിയ തോതിലുള്ള പ്രതിഷേധത്തിലാണ്. തൃശ്ശൂർ ജില്ലയിലെ ഈ കടൽ ഓര മേഖലകളിൽ എല്ലാം തന്നെ കടലാക്രമണം അതിരൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. ചാവക്കാട് ബീച്ചിൽ ഉൾപ്പെടെ ആണ് ഇത്തരത്തിൽ കടലാക്രമണം രൂക്ഷമാകുന്നത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ മഴ ശക്തമാകുമ്പോഴും ഇന്ന് പല ജില്ലകളിലും മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നത് വലിയ തോതിൽ ആശ്വാസമേകുന്ന ഒന്നാണ്. അതേസമയം കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലുണ്ടായിട്ടുള്ള മാറ്റം അത് വളരെ കുറച്ച് സമയം കൂടുതൽ മഴ ലഭിച്ചാൽ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അത് നഗരപ്രദേശമെന്നോ ഗ്രാമപ്രദേശമെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിശക്തമായി വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇത്തരത്തിൽ ആണ് നമ്മുടെ അപകട സാധ്യതകൾ വർദ്ധിക്കുന്നത്. 2018 പ്രളയകാലത്തിന് ശേഷം നമ്മുടെ ഭൂഘടനയിൽ അടക്കം മാറ്റം വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അടക്കം വലിയ മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മഴക്കാലത്തും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരുന്നത്. അതേസമയം